കർശന നിയമനങ്ങളിൽ സ്കൂളിൽ ബോംബ് കണ്ടെത്തിയ സംഭവം വലിയ ഗൗരവമുള്ള വിഷയമല്ല. വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. ഒരു വിദ്യാലയത്തിൽ എങ്ങനെ ബോംബ് എത്തി? അത് ബോംബ് തന്നെയാണോ? അതും നല്ല വീര്യമുള്ള ബോംബാണെന്നാണ് പ്രഥമ വിവരത്തിൽ ലഭ്യമായിട്ടുള്ളത്. പോലീസ് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷിച്ചതിൻ്റെ ഉറവിടം കണ്ടെത്തണം. ഈ സ്കൂളിലൊക്കെ എങ്ങനെ ബോംബെത്തി? കുട്ടികളുടെ അടുത്ത് കളിക്കുമ്പോഴാണല്ലോ അത് പൊട്ടിത്തെറിച്ചത്. അപ്പോൾ ബോംബ് എങ്ങനെ എത്തി? ആര് കൊണ്ടുപോയി വെച്ചു? RSS നടത്തുന്ന വിദ്യാലയത്തിൽ മാത്രമേ ഉള്ളൂ. RSS ആണ് ഏത് കാലത്തും കേരളത്തിലെ ബോംബിൻ്റെ സ്പോൺസർമാർ. അവരാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ RSSൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ വിദ്യാലയത്തിൽ ബോംബ് എങ്ങനെ വന്നു എന്നുള്ളത് അന്വേഷിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പോലീസിന് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മനസ്സിലാക്കുന്നത് എല്ലാ സോഴ്സും ഉപയോഗിച്ച് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഫോറൻസിക് വിഭാഗമൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കണ്ടുപിടിക്കും. ഈ അന്വേഷണത്തിൽ കാര്യമായി തുമ്പുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലാതെ മാത്രമല്ല, ഇപ്പോഴും താങ്കൾ CPM ഉൾപ്പെടെ ആരോപിക്കുന്ന പോലെ ബോംബാണെന്നോ അങ്ങനെയുള്ള ഒരു അഭിപ്രായത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. പോലീസ് എത്തി, ബോംബാണെന്നുള്ളത് പോലീസ് പറഞ്ഞു. ഇനി അത് എങ്ങനെ അവിടെ വന്നു എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. അത് ഒരു ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ സാധിക്കില്ല. അതിന് എങ്ങനെയാണ് അവിടെ സ്കൂളിൽ CCTV ദൃശ്യങ്ങളില്ല. അവിടെ ആരൊക്കെ വന്ന് കൊണ്ടുവച്ചു, എപ്പോൾ കൊണ്ടുവച്ചു എന്നുള്ളതൊന്നും പറയാൻ സാധിക്കില്ല. മാത്രമല്ല, ബോംബിന് പ്രായം നിശ്ചയിക്കാൻ പോലും പറ്റില്ല. ഒരു വ്യക്തിയോ ഒരു ജീവജാലവും മരിച്ചു കഴിഞ്ഞാൽ ഇത്ര മണിക്ക് മരിച്ചു എന്നുള്ളതൊക്കെ കണ്ടെത്താൻ വകുപ്പുണ്ട്. ഒരു ബോംബ് എപ്പോൾ നിർമ്മിച്ചു എന്നും എവിടെ എത്ര മണിക്ക് കൊണ്ടുവന്ന് വെച്ചു എന്നുള്ളതൊന്നും കണ്ടെത്താൻ ശാസ്ത്രീയമായിട്ടുള്ള സ്ഥിതിയില്ല. പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കും. അത് ശിവരാജനല്ലല്ലോ അത് പറയേണ്ടത്, ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പറയുള്ളൂ. കുട്ടികൾ ഗണേശോത്സവവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ചീനിപ്പടക്കമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടാണ് ചീനിപ്പടക്കമാണെങ്കിലും അവിടെ കൊണ്ടുവന്നത് എന്ന് അദ്ദേഹം ഓൺ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം അതിലുണ്ട്. അത് വളരെ ഗൗരവത്തോടെയല്ലേ, ഏത് സാധ്യതയാണെന്ന് ഇതുവരെ അറിയില്ലായിരുന്നു. പക്ഷെ ഈ ഗണേശോത്സവവുമായി കണക്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഒരു പ്രതികരണം വരുന്നത് ഇന്നലെയാണ്. RSS ആണത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് സംശയരഹിതമാണ്. പക്ഷേ RSS എന്ന് പറയുന്നത് ഒരു സംഘടനയാണ്. ആ കേസെടുക്കുമ്പോൾ വ്യക്തികൾക്കെതിരെ കേസെടുക്കാൻ പറ്റുള്ളൂ. പോലീസ് അതാ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് വ്യക്തികളാണ് ഇതിൻ്റെ പിന്നിൽ, ആര് എവിടെ എന്തിനു കൊണ്ടുവന്ന് വെച്ചു, എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? ഞങ്ങൾ ആക്ഷേപിക്കുന്നത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി RSS ആസൂത്രണം ചെയ്യുന്ന നീക്കങ്ങളുടെ ഭാഗമാണ് ഈ ബോംബ് ശേഖരണം. അവർക്ക് വിശ്വസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുക. RSSൻ്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളാണ്. അവർക്ക് സുരക്ഷിതമായിട്ട് അത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ പിന്നിൽ. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്ന് ശാസനം പറയണം. തീർച്ചയായിട്ടും കണ്ടുപിടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ പോലീസ് ആ കാര്യത്തിലൊക്കെ മിടുക്കന്മാർ. ഇതിനേക്കാളും സങ്കീർണമായിട്ടുള്ള അന്വേഷണം നടത്തി സോഴ്സ് കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിലെ പോലീസ്. ഒരു തെളിവില്ലാത്തതും ഇതും കണ്ടുപിടിക്കും. ഒരു വിട്ടുവീഴ്ച അക്കാര്യത്തിൽ ഉണ്ടാവില്ല. പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കും. അതൊക്കെ അറിയില്ലേന്ന്. നമുക്കും പോലീസുകാരൊക്കെ പരിചയമുള്ളവരില്ലേ? നിങ്ങൾക്കുള്ള പോലെ തന്നെയുള്ള പരിചയം പോലീസുകാരൊക്കെ ആയിട്ട് നമുക്കും ഇല്ലേ? അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ്. രണ്ടാമത്തെ കാര്യം, ഈ അഥവാ പന്നിപ്പടക്കം ആണെങ്കിലും ഈ സ്കൂൾ നിൽക്കുന്ന സ്ഥലത്തൊന്നും പന്നികൾ വരാറില്ല. അവിടെ വേറെ ചില പന്നികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു പന്നിപ്പടക്കം ഒരു വീട്ടുകാർ സൂക്ഷിച്ച് വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവിടെ പന്നികളൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. നമുക്കൊക്കെ അറിയണമല്ലേ ഈ പറഞ്ഞ സ്ഥലത്ത്. അല്ല, അത് വേറെ പന്നികളാണ്. സാധാരണഗതിയിൽ അങ്ങനെ പന്നികളൊന്നുമില്ല. RSS തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. RSS തന്നെയാണ്. പക്ഷേ കേസെടുക്കുമ്പോൾ വ്യക്തികളെ പ്രതിയാക്കിയിട്ടേ കേസെടുക്കാൻ പറ്റുള്ളൂ നിയമപരമായി. അതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കും. ബോംബ് തന്നെയാണത്. അതിനെ അങ്ങനെ ഇല്ലാതെയാക്കാനൊന്നും ആർക്കും സാധിക്കില്ല.